ഹലോ എവ്രിവൺ, ഞാൻ ഡോക്ടർ അനു ചന്ദ്രൻ. ഞാനൊരു ഇൻഫർമേഷൻ ഷെയർ ചെയ്യട്ടെ. പലതവണ ശ്രദ്ധിച്ച ഒരു കാര്യമാണ് പേഷ്യൻസോ അല്ലെങ്കിൽ ഫാമിലിയിലെ ആൾക്കാരാണെങ്കിലും ടാബ്ലറ്റിനെ പല പീസായിട്ട് കട്ട് ചെയ്യുന്നത്. ആദ്യം തന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ ടാബ്ലറ്റിൻ്റെ നടുക്കൊരു ലൈൻ ഉണ്ടെങ്കിൽ ആ ടാബ്ലറ്റ് മാത്രമേ നിങ്ങൾക്ക് കട്ട് ചെയ്യാൻ പാടുള്ളൂ. അങ്ങനത്തെ ടാബ്ലറ്റ്സിനെ നമ്മൾ പറയുന്നത് സ്കോർഡ് ടാബ്ലറ്റ്സ് എന്നാണ്. അൺസ്കോർഡ് ആയിട്ടുള്ള ടാബ്ലറ്റ്സ് മാക്സിമം കട്ട് ചെയ്യാണ്ട് ശ്രദ്ധിക്കുക. ഇനിയിപ്പം രണ്ടിൽ കൂടുതൽ പീസിൽ നിങ്ങൾക്ക് അതിനെ കട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ 3 4 ഒക്കെ ആക്കണമെങ്കിൽ നിങ്ങൾ എങ്ങനെ അതിനെ കട്ട് ചെയ്യും? കട്ട് ചെയ്യുമ്പോൾ എന്തായാലും ഇറഗുലാരിറ്റീസ് വരില്ലേ? ഒരു പീസ് മറ്റേതിനെയും കാട്ടി വലുതാവും. അപ്പം അങ്ങനെ ചെയ്യുമ്പം ഡോസിങ്ങിൽ വ്യത്യാസം വരും. ഡോസിങ്ങിൽ വ്യത്യാസം വരുമ്പം പേഷ്യൻസിന് ഒന്നെങ്കിൽ സൈഡ് എഫക്റ്റ് കൂടാം, അല്ലാന്നുണ്ടെങ്കിൽ ആ മരുന്നിൻ്റെ ഇഫക്റ്റ് കുറയും. അപ്പം ആ കാര്യം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതാണ്. പിന്നെ ഇനിയിപ്പോൾ നിങ്ങൾക്കത് കട്ട് ചെയ്യണം എന്ന് തന്നെ ഉണ്ടെങ്കിൽ ടാബ്ലറ്റ് സ്പ്ലിറ്റർ എന്ന് പറഞ്ഞിട്ടുള്ളൊരു സാധനം അത് ആമസോണിൽ അവൈലബിൾ ആണ്. നിങ്ങൾക്കത് വാങ്ങിയിട്ട് പിന്നെ ടാബ്ലറ്റ്സ് അത് യൂസ് ചെയ്തിട്ട് കട്ട് ചെയ്യാവുന്നതാണ്. പിന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ടാബ്ലറ്റ്സ് സസ്റ്റെയിൻ റിലീസ് ടാബ്ലറ്റ്സ് ഉണ്ട്, എൻറ്ററി കോട്ടഡ് ടാബ്ലറ്റ്സ് ഉണ്ട്, ഫിലിം കോട്ടഡ് ടാബ്ലറ്റ്സ് ഉണ്ട്, പിന്നെ നാവിൻ്റെ അടിയിൽ വെക്കാവുന്ന മരുന്നുകളുണ്ട്. ഈ മരുന്നുകളൊന്നും ഒരു കാരണവശാലും നിങ്ങൾ കട്ട് ചെയ്യരുത്. അത് അങ്ങനെ ചെയ്യുമ്പോൾ മാക്സിമം നിങ്ങൾക്ക് അതിൻ്റെ ഇഫക്റ്റീവ് കുറയുകയാണ് ചെയ്യുക. അത് മാത്രമല്ല അതിന് സൈഡ് എഫക്ട്സും ഉണ്ടാവാനുള്ള ചാൻസസ് കൂടുതലാണ്. താങ്ക് യു.